Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താണ് അടിപൊളി സർബത്ത് ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. നമ്മളിന്ന് പറവൂർ കണ്ണംകുളങ്ങര അമ്പലത്തിനടുത്തുള്ള വിജയകുമാരേട്ടൻ്റെ നാടൻ സർബത്ത് ഉണ്ടാക്കുന്ന സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന നറുനണ്ടി സർബത്ത് കിട്ടും. ദുർഗ സർബത്ത് എന്നാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന സർബത്തിൻ്റെ പേര്. പറവൂർ ഏരിയയിലൊക്കെ നല്ല സുപരിചിതമാണ് ഈ സർബത്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിജയകുമാരേട്ടൻ ഉണ്ടാക്കുന്ന നാടൻ സർബത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സർബത്തൊക്കെ നിർമ്മിച്ചെടുക്കുന്നത് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എൻ്റെ പേര് വിജയകുമാർ. ഞാനിത് തുടങ്ങിയിട്ട് 10 കൊല്ലത്തെ കൂടുതലായി. പിന്നെ ഇത് പഞ്ചസാര ആദ്യം വറുത്തിട്ട് കളർ കിട്ടാൻ വേണ്ടി വറുത്തിട്ട് പിന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒരു കിലോ പഞ്ചസാരയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള ഇത് കണക്കിലാണ് ഇത് വെള്ളം ചേർക്കുന്നത്. പിന്നെ നറുനണ്ടിയും ഏലക്കായിട്ട് വറ്റിച്ച് എടുക്കുന്ന ഒരു സംഭവമാണത്. സെയിൽ ഇപ്പോൾ നമ്മൾ ആലുവ പിന്നെ ഈ കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പറവൂർ മാർക്കറ്റ് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ പെരുമ്പാവൂർ പിന്നെ അങ്ങനെയുള്ള അകലെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ വന്ന ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. എറണാകുളം, കൊച്ചി, ഇരിഞ്ഞാലക്കുട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ വന്ന് തൃശ്ശൂർ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഈ തന്നെ പണ്ടത്തെ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 100 കിലോ പഞ്ചസാരക്കാണ് നമ്മൾ ഒരു ട്രിപ്പ് കാച്ചിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് കാച്ചുമ്പോൾ അതിൽ ഒരു 10 കിലോത്തോളം നമ്മൾ ആദ്യം വറുത്തിട്ട് അതിൻ്റെ കളറാക്കിയിട്ടാണ് വെള്ളം 500 ലിറ്റർ വെള്ളം ഒഴിക്കും. 500 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ആണ് അത് ഒരു വിധം ചൂടായി വരുമ്പോഴാണ് ഈ 500 കിലോ പഞ്ചസാര അതിനകത്തേക്ക് ഇടുന്നത്. 500 കിലോ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ശരിക്ക് ഒരു കുറുകി വരുമ്പോഴത്തേക്കും വന്നതിന് ശേഷമാണ് നറുനണ്ടിയും ഒരു 500 കിലോത്തിന് ഒരു 2 കിലോ നറുനണ്ടിയും പിന്നെ അതിൻ്റെ ഏലക്കായും ഒരു 100 ഗ്രാം ഏലക്കായും ഇട്ടിട്ട് രണ്ടും കൂടി കിഴികെട്ടിയിട്ടാണ് അതിനകത്തേക്ക് കിഴികെട്ടിട്ടിട്ട് അത് തിളച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു 700 ലിറ്റർ ഉണ്ടാവും. രണ്ടും കൂടി പഞ്ചസാരയും ഇതും കൂടി ആകുമ്പോൾ അത്രയും ലിറ്റർ അതിനകത്ത് ഇതാവും. പിന്നെ അത് നമ്മൾ വറ്റിച്ചിട്ട് ഒരു 500-550 കുപ്പി ആവുമ്പോഴാണ് നമ്മൾ വറ്റിച്ചെടുത്തിട്ട് 550 കുപ്പി ലാസ്റ്റ് കിട്ടും നമുക്കത് വറ്റി കഴിയുമ്പോൾ. അതിനകത്ത് വേറെ കെമിക്കലുകളോ മറ്റുള്ളതൊന്നും ആഡ് ചെയ്യണില്ല. വെറുതെ നറുനണ്ടിയിട്ട് കാച്ചിയെടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വിറകാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്യാസിൽ നമുക്ക് മുതലാവില്ല. വിൽപ്പനയ്ക്ക് എന്ന് പറയുമ്പോൾ ഗ്യാസ് മുതലാവില്ല. വിറകാണ് ചെയ്യണത്. നല്ല നാടൻ രീതിയിലാണ് നമ്മുടെ ഈ സർബത്തൊക്കെ വിജയകുമാരേട്ടൻ ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് സർബത്ത് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലേക്കും പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കും. ഈ സർബത്ത് തന്നെയാണ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി സർബത്താണ്, നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.